പുലർത്തി. എന്നാൽ 2 വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തി, ഇനി കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കണം. പക്ഷേ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാക്ക് മനസ്സ് വരുന്നില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞിനെ ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? എങ്ങനെയെങ്കിലും കുട്ടിയെ കുറച്ചും കൂടി നമ്മളെടുത്ത് താമസിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച്, ഏതായിരുന്നാലും 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു നൽകുക എന്ന നിബന്ധന മാനിച്ച് അവർ മക്കയിലേക്ക് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് മക്കയില് പ്ലേഗ് രോഗം ബാധിച്ച് വ്യാപകമായി മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാക്ക് ഒരു തന്ത്രം തോന്നി. ആമിന ബീവിയോട് പറഞ്ഞു, ബീവി, ഈ സമയത്ത് നിങ്ങൾ ഈ കുഞ്ഞിനെ ഇവിടെ താമസിപ്പിക്കരുത്. ഇപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകാം. ഈ രോഗമൊക്കെ മാറിയതിനു ശേഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ആ സമയത്തതാ കുടുംബങ്ങളുമായി ആലോചിച്ച് ആ അഭിപ്രായം സ്വീകരിക്കുകയും ത്വായിഫിന്റെ ഭാഗത്തുള്ള വീട്ടിലേക്ക് ഹലീമ ബീവിയോടൊപ്പം മുത്തുനബി അതാ തിരിച്ചു പോരുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും 2 വർഷക്കാലവും കൂടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് മുത്തുനബിയെ പരിലാളിക്കാനും പോറ്റി വളർത്താനും ഭാഗ്യം കിട്ടുകയാണ്. ആ സന്തോഷദായകമായ ജീവിതം ലംറത്തിന്റെ കൂടെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലെ ശരിയായ അറബ് ഭാഷ പഠിച്ച് നല്ല ആരോഗ്യവാനായി മുത്തുനബി വളരുന്നു. 4 വയസ്സായ സമയത്താണ് ആ മഹാ അത്ഭുതം നടക്കുന്നത്. അഥവാ അവിടത്തെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം അവിടെ സംഭവിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിമൊക്കെ ആ സംഭവം ഉദ്ധരിച്ചത് കാണാം. ഫത്ഹുൽ ബാരിയിൽ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി 3 തവണ മുത്തുനബിക്ക് നെഞ്ച് ഓപ്പറേഷൻ നടന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ 4 തവണ നടന്നതായും പറയുന്നുണ്ട്. അതിലാദ്യത്തേത് അവിടത്തെ ഈ 4ാമത്തെ വയസ്സിലുള്ള ഈ ഓപ്പറേഷനാണ്. ലംറത്തിന്റെ കൂടെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും വന്ന് മുത്തുനബിയെ പിടിക്കുകയും അവിടത്തെ നെഞ്ചു പിളർത്തി ഒരു കറുത്ത വസ്തു എടുത്ത് കളയുകയും ഇത് പിശാചിന്റെ വിഹിതമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത് ഹൃദയം പൂർവസ്ഥിതിയിൽ തന്നെ വെച്ച് അതിനെ സുഖപ്പെടുത്തിയതാണ് ആദ്യത്തെ സംഭവം. അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാരണം എന്താ? പിശാചിന്റെ വിഹിതം എടുത്തു മാറ്റീന. അപ്പൊ ചെറിയ കുട്ടിയായ കാലം മുതൽക്ക് തന്നെ പൈശാചികമായ ഒരു ദുർബോധനത്തിനും വശംവദനാവാത്ത വിശുദ്ധ ജീവിതം പ്രവാചകർക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ചെയ്ത ഒരു രീതിയാണിത്. ഇവിടെ ചോദിക്കാം, അങ്ങനെ ചെയ്യണമെന്നുണ്ടോ അള്ളാഹ്ക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ അതവിടെ കൊടുക്കാതിരുന്നാ പോയെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. പടച്ചോൻ ചെയ്യുന്നതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. അതിലൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ ഉണ്ടാവാം. അങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങൾ, ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ എന്ന്. അതിൽപ്പെട്ടതാ ഇത്. ആ കാലത്തൊന്നും ഓപ്പറേഷൻ നടക്കലില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ബോധ്യാവും. ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയം മാറ്റിവെക്കുന്നതടക്കം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് അന്ന് തന്നെ അവിടുത്തെ ഹൃദയ ശസ്ത്രക്രിയയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു. ഇനി അതാ 2ാമത്തെ ഒരു ശസ്ത്രക്രിയ നടക്കുന്നത്. അവിടത്തേക്ക് 40 വയസ്സായി ഹിറാ പർവ്വതത്തിലിരിക്കുന്ന സമയത്താണ്. മഹാന്മാര് പറയുന്നു 40 വയസ്സ് അത് വഹീ സ്വീകരിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എല്ലാ അമ്പിയാക്കന്മാർക്കും അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടക്കാറുണ്ടത്രേ. അതെന്തിനു വേണ്ടിയാണ്? മാലാഖമാരുമായി സംവദിക്കാനാകണം. അവരെ കാണാനും അവരിൽ നിന്ന് വഹീ സ്വീകരിക്കാനും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വിശ്വസിക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം മലക്കുകളുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുബഹി നിസ്കാരം അവിടെ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും ഒരുമിച്ച് സംഗമിക്കുന്ന ജമാഅത്താണ്.
അല്ലാത്ത നിസ്കാരത്തിലും മലക്കിന്റെ സാന്നിധ്യമുണ്ട്, ദിക്റിന്റെ മജ്ലിസിലുണ്ട്, ഇൽമിന്റെ മജ്ലിസിലുണ്ട്. നമ്മോടൊപ്പം എപ്പോഴും മാലാകമാര് കൂട്ടിനുണ്ട്. എന്നാൽ നമ്മൾ ആരും അവരെ കാണുന്നില്ല, കേൾക്കുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അമ്പിയാക്കൾ അസാധാരണക്കാരാണ്. മാലാകമാരെ കേൾക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ അവർക്ക് പ്രകൃതിയാൽ തന്നെ കഴിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിലാണ് ഒരു ക്രമമാറ്റം അവരിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ മുത്തുനബിക്കും 40-ാമത്തെ വയസ്സിൽ വഹി സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു ശസ്ത്രക്രിയ നടന്നു. പ്രധാനപ്പെട്ട 3-ാമത്തെ ഒരു ശസ്ത്രക്രിയ അത് മിഅ്റാജിന്റെ രാത്രിയിലാണ്, ഇസ്രാഇന്റെ രാത്രിയിലാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് 7 ആകാശങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ആ പ്രയാണം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരത്തിന് ശേഷി നൽകുന്നതിന് വേണ്ടി നടത്തിയ ശസ്ത്രക്രിയയാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു സ്പേസ് യാത്ര നടത്തണമെങ്കിൽ തന്നെ വളരെ വലിയ വിലപിടിപ്പുള്ള പ്രതിരോധ വാഹനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, ഉപരിലോകത്ത് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ലോകത്തേക്ക് സ്വശരീരത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന് പാകപ്പെട്ട ഒരു ശാരീരികാവസ്ഥ അവിടത്തേക്ക് നൽകുന്നതിൻ്റെ ഭാഗമായാണത്രേ അന്ന് ആ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ച്, സംസം കിണറിന്റെ ചാരത്ത് വെച്ച് മഹാന്മാരായ മാലാകമാരി ഓപ്പറേഷൻ നടത്തിയത്. അങ്ങനെ പ്രവാചകരെ 3 തവണ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഓപ്പറേഷൻ ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ച് നടക്കുകയും അവര് ഇത് കണ്ട് ആകെ ഭയന്നു വിറക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്തു, ഈ കുഞ്ഞിനെ ഇനിയും നമ്മളിവിടെ വെച്ചു പോറ്റിയാൽ ഒരു പക്ഷേ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. അവര് കരുതിയത് വല്ല പിശാചും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉടനെ തന്നെ ഉമ്മാനെ തിരിച്ചേൽപ്പിക്കണം. ലംറത്തിന്റെ കരച്ചിൽ വകവെക്കാതെ കുഞ്ഞിനെയുമായതാ അവര് മക്കയിലേക്ക് തന്നെ മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്.